സ്വാഗതം. നോക്കാം പ്രധാന വാർത്തകൾ. SIR ജോലി സമ്മർദ്ദത്തെ തുടർന്ന് ജീവനൊടുക്കുമെന്ന് ഭീഷണി മുഴക്കി BLO. ദയനീയാവസ്ഥ വിവരിച്ച ഉദ്യോഗസ്ഥരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഓഡിയോ. സമ്മർദ്ദം താങ്ങാനാവുന്നില്ലെന്നും ജീവനൊടുക്കുമെന്നും ആന്റണിയുടെ ഭീഷണി. റവന്യൂ ഉദ്യോഗസ്ഥർ BLOയെ കണ്ടു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സര ചിത്രം ഇന്നു തെളിയും. പത്രിക പിൻവലിക്കാനുള്ള അവസാന സമയം വൈകിട്ട് 3 മണി വരെ. വിമതശല്യം ഒഴിവാക്കാൻ അവസാനവട്ട ഓട്ടത്തിൽ മുന്നണികൾ. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലനം നാളെ മുതൽ. പാലക്കാട് നഗരസഭയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ BJP ശ്രമമെന്ന് പരാതി. 50-ാം വാർഡിലെ സ്ഥാനാർത്ഥി രമേശ് മത്സരത്തിൽ നിന്ന് പിന്മാറിയാൽ പണം നൽകാമെന്ന വാഗ്ദാനം. നേതാക്കൾ വീട്ടിലെത്തിയെന്ന് കോൺഗ്രസ് ആരോപണം. സ്ഥാനാർത്ഥിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്ന് VK ശ്രീകണ്ഠൻ MP. ആരോപണം നിഷേധിച്ച് BJP അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ റിമാൻഡിൽ കഴിയുന്ന പത്മകുമാറിനായി കസ്റ്റഡി അപേക്ഷ നൽകി. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ഇടപാടുകൾ വിശദമായി പരിശോധിക്കും. പോറ്റി സർക്കാരിനെയും സമീപിച്ചിരുന്നുവെന്ന പത്മകുമാറിന്റെ മൊഴിയിൽ വ്യക്തത വരുത്തും. N. വാസുവിനെ കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കി. ജുഡീഷ്യൽ മുരാരി ബാബുവിന്റെ ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള മുരാരി ബാബുവിന്റെ ജാമ്യം ഹർജിയിൽ ഇന്നും വാദം തുടരും. കൊല്ലത്തും കോട്ടയത്തും അതിക്രൂര കൊലപാതകങ്ങൾ. കൊല്ലം കരിക്കോട് ഭർത്താവ് ഭാര്യയെ ഗ്യാസ് കുറ്റിക്കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തി. അതിക്രൂരമായി കൊല്ലപ്പെട്ടത് കവിത. കോട്ടയം മാണിക്കുന്നത്ത് മുൻ നഗരസഭാംഗം VK അനിൽകുമാറും മകനും ചേർന്ന് യുവാവിനെ കുത്തിക്കൊന്നു. കൊച്ചിയിൽ വൻ ലഹരി വേട്ട. 2 കോടി രൂപയുടെ ഹാഷിഷോയിൽ പിടികൂടി. 4 പേരെ അറസ്റ്റ് ചെയ്തു. 2 കിലോയോളം ലഹരി വസ്തുക്കൾ പിടികൂടി. വിശദമായ റിപ്പോർട്ടുകൾ നോക്കുമ്പോൾ കോട്ടയത്ത് SIR ജോലി സമ്മർദ്ദത്തെ തുടർന്ന് ജീവനൊടുക്കുമെന്ന് BLO ഭീഷണി മുഴക്കിയ സംഭവത്തിൽ ഇടപെട്ട ജില്ലാ കളക്ടർ. BLOമാർക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കുമെന്നും ആവശ്യത്തിന് വിശ്രമം നൽകുമെന്നും കളക്ടറുടെ ഉറപ്പ്. പൂഞ്ഞാർ മണ്ഡലത്തിലെ 111-ാം വാർഡ് നമ്പർ ബൂത്തിലെ BLO ആന്റണിയാണ് ഉദ്യോഗസ്ഥരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഓഡിയോ പങ്കുവച്ചത്. ഗ്രൂപ്പിലെ അംഗങ്ങളും ബഹുമാനപ്പെട്ട വില്ലേജ് ഓഫീസറും ഇതിന് ഉത്തരവാദിത്തപ്പെട്ടവരും കേൾക്കാൻ വേണ്ടി ഒരു കാര്യം പറയാണ്. SIR ജോലികളുമായി ബന്ധപ്പെട്ട് ഭയങ്കര മാനസിക സമ്മർദ്ദത്തിലാണ് ഞാൻ നിൽക്കുന്നത്. വോട്ടർമാരുടെ കാര്യത്തിൽ ആണെങ്കിൽ ഇവർക്ക് ഫോം കൊടുക്കാൻ നിങ്ങൾ പറഞ്ഞനുസരിച്ച് ഒരാഴ്ചയോളം മെനക്കെട്ട് വീടുകളിൽ കൂടി കൊടുത്തിരിക്കുന്ന ഫോമായിട്ട് അത് ഒരു അക്ഷരം പൂരിപ്പിക്കാതെയാണ് പല വോട്ടർമാരും വരുന്നത്. ഇവരുടെ മൊത്തം ബേസിക് കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുത്തിട്ട് 2002 ഇത് വിവരങ്ങളും തപ്പി കണ്ടുപിടിച്ചു കൊടുക്കണം. ഇതിന് കാശ് കിട്ടുന്നില്ല. ഇത് പ്രതിബദ്ധതയിലാണോ എന്നാണെന്നോ നിങ്ങളൊന്നും പറയുന്നില്ല. നിങ്ങൾ ഇതിനു വേണ്ടിയുള്ള യാതൊരു ഉപകരണങ്ങളും തരുന്നില്ല. ഈ ഇന്റർനെറ്റ് തരുന്നില്ല, മൊബൈൽ ഫോൺ തരുന്നില്ല. ഇലക്ഷൻ കമ്മീഷനും നിങ്ങളെ റവന്യൂയിലെ ഉദ്യോഗസ്ഥരും കൂടി ഞങ്ങളെ ചൂഷണം ചെയ്യുകയാണ്. എല്ലാ തരത്തിലും ചൂഷണം ചെയ്ത് ഞങ്ങളെ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചിട്ടാണ് ഈ പണി ചെയ്യുന്നത്. ഈ അടിമപ്പണി ദയവായിട്ട് നിർത്തണം. എന്റെ മാനസിക നില തകർന്നു പോകുന്ന അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നത്. പലരുമായിട്ട് സംസാരിച്ച് മനുഷ്യന്റെ സമനിലയും മാനസികമായിട്ടുള്ള ആരോഗ്യം നഷ്ടപ്പെട്ട് ഞാൻ അന്നെങ്കിൽ ആരെങ്കിലും കൊല്ലും, അല്ലെങ്കിൽ ആരെങ്കിലും എന്നെ കൊല്ലും. അതുകൊണ്ട് ദയവായിട്ട് എന്നെ ഈ ജോലിയിൽ നിന്ന് പിന്മാറാൻ അനുവദിക്കണം. എന്നെ ഇതിൽ നിന്ന് പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. ഞാൻ മടുത്തട്ടാ പറയുന്നത്, സൈകെട്ടാ പറയുന്നത്. ഞാനല്ലേ വില്ലേജ് ഓഫീസിന് മുമ്പിൽ വന്ന് ഞാൻ വിഷം കടിച്ച് ഞാൻ ചാകും. അത് കളക്ടറേറ്റിലായിരിക്കും, എവിടെയായിരിക്കും. എനിക്ക് അതുപോലെ മാനസിക സമ്മർദ്ദമാണ്. എനിക്ക് സ്വൈര്യമായിട്ട് ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്കല്ല ഞാനിപ്പം വന്നിരിക്കുന്നത്. എന്റെ ജീവിതം തകർത്തിട്ട് നിങ്ങളെ ഇത് ഗ്രൂപ്പിലല്ല, ഇത് മൊത്തം മീഡിയയിൽ ഞാൻ കൊടുക്കും. അതുപോലെ ബുദ്ധിമുട്ടാണ് സഹിക്കുന്നത്. നാട്ടുകാരുടെ തെറിയേക്കണം, റവന്യൂക്കാരുടെ തെറിയേക്കണം. ഇലക്ഷൻ കമ്മീഷന്റെ 1 മിനിറ്റിന്റെ ഈ ഡിജിറ്റലൈസേഷൻ 1 മിനിറ്റ് കൊണ്ട് ചെയ്യാന്ന് പറഞ്ഞാൽ സംഗതി ശരിയാ. ഇങ്ങർക്കൊക്കെ AC റൂമിൽ നിന്നുകൊണ്ട് പറയാം. ഇതൊന്നും വെളിയിരിക്കുന്ന വെയിൽ കൊണ്ട് നടക്കുന്ന മനുഷ്യന്റെ ബുദ്ധിമുട്ട് എന്നാന്നുള്ള അറിയത്തില്ല. ജനത്തിന് തെറിയേക്കാനും നിങ്ങളെ തെറിയേക്കാനും പറ്റത്തില്ല. ഒന്നേ ഞാൻ ആത്മഹത്യ ചെയ്യും. അതിന് ഉത്തരവാദി ഈ ഇലക്ഷൻ കമ്മീഷനും ഈ SIR-ഉം ആണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സുരേഷ് KS ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന്. സുരേഷ്, ഈ മാനസിക സമ്മർദ്ദം, ഈ BLOമാർ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം കഴിഞ്ഞ ദിവസം ഒരു ജീവനൊടുക്കലിലേക്കൊക്കെ എത്തിയതാണ്. അതിന് പിന്നാലെ ഇപ്പോൾ ഒരു ജീവനൊടുക്കൽ ഭീഷണിയും കൂടെ പുറത്തു വരികയാണ്. ഇപ്പോൾ ഈ വിഷയം സമവായത്തിലായിട്ടുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? നിലവിൽ BLO ഇന്നലെ വൈകിട്ടാണ് അദ്ദേഹത്തിന്റെ ജോലി സംബന്ധമായ സമ്മർദ്ദങ്ങളും മേൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും മറ്റുള്ള ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദങ്ങളെ കുറിച്ച്
ഈ വില്ലേജ് ഓഫീസർ അടക്കമുള്ള വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ശബ്ദ സന്ദേശം അയച്ചത്. അദ്ദേഹത്തിന് ജോലി സമ്മർദ്ദം, പല ഇടങ്ങളിൽ നിന്നും ഉള്ള സമ്മർദ്ദം കൊണ്ട് ജോലി ചെയ്യുവാൻ കഴിയുന്നില്ല. അതുപോലെ 100% ആത്മാർത്ഥയോട് കൂടി ജോലി ചെയ്തിട്ടും മറ്റുള്ള ഭാഗത്തു നിന്നും വലിയ സമ്മർദ്ദമാണ് ഉണ്ടായിരിക്കുന്ന, കുറ്റപ്പെടുത്തലുകളും മറ്റുള്ള കാര്യങ്ങളും ഉണ്ടാകുന്നതായും വലിയ ബുദ്ധിമുട്ടാണ് ഈ ജോലി നിർവഹിക്കാൻ എന്നുള്ള രീതിയിലുള്ള സന്ദേശമാണ് പുറത്തു വരുന്നത്. മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദങ്ങൾ ഏറി വരുന്നതായാണ് അദ്ദേഹം തന്റെ ശ്രദ്ധ സന്ദേശത്തിൽ പറയുന്നത്. ഇതേ തുടർന്ന് ഇപ്പോൾ ഇന്ന് ഈ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് തുടർന്ന് ജില്ലാ കളക്ടറാണ് ഈ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുകയും അദ്ദേഹം ഈ കാര്യങ്ങളിൽ വേണ്ട സഹായങ്ങൾ നൽകുമെന്ന് നേരിൽ അറിയിക്കുകയും മാധ്യമങ്ങളോട് അറിയിക്കുകയും ചെയ്ത് ബിയിലൂടെ എന്നതിലുള്ള പ്രശ്നം എന്താണ്, അദ്ദേഹത്തിന് എന്താണ് സഹായം വേണ്ടത്, ടെക്നിക്കലായുള്ള സപ്പോർട്ട്, ഇന്റർനെറ്റ് തുടങ്ങിയുള്ള ടെക്നിക്കൽ സപ്പോർട്ട് ആവശ്യമെങ്കിൽ അത് നൽകുമെന്നും അത് വേണ്ട വിശ്രമവും എല്ലാം നൽകുമെന്ന് കളക്ടർ വാഗ്ദാനം ഉറപ്പ് നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിന് മാത്രമല്ല, എന്തെങ്കിലും വൈഷമ്യം നേരിടുന്ന ബിഎൽഒമാർക്ക് എല്ലാവർക്കും ജില്ലാ ഭരണകൂടം വേണ്ട സഹായങ്ങൾ നൽകും. അവർക്ക് എന്താണ് ആവശ്യം എന്നത് കണ്ടറിഞ്ഞ് പ്രത്യേക സഹായം അവർക്ക് നൽകുവാൻ ജില്ലാ ഭരണകൂടം തയ്യാറാണ് എന്നാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ അറിയിച്ചിരിക്കുന്നത്. ഈ വിഷയങ്ങളിൽ അവർക്കുണ്ടായിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും എന്ത് സഹായമാണ് വേണ്ടത് എന്ന് അന്വേഷിച്ച് വേണ്ട നടപടികൾ എടുക്കുമെന്നാണ് അവസാനമായി ഇപ്പോൾ ജില്ലാ കളക്ടർ അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ ജോലിയിൽ തുടരുന്നുണ്ടോ ഈ ആന്റണി? ഈ SIR തുടരുന്നുണ്ടോ? അദ്ദേഹം തുടരുന്നുണ്ട്. അദ്ദേഹം ജില്ലാ കളക്ടർ അത് ഉറപ്പ് നൽകിയിട്ടുണ്ട്, വേണ്ട സഹായങ്ങൾ ചെയ്യാമെന്നുള്ള ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് സംബന്ധിച്ച് ഉറപ്പ് ആന്റണിക്ക് ലഭിച്ചിട്ടുണ്ട്. ആന്റണി ജോലി തുടരുന്നുണ്ട് എന്നാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്. ഈ ഇവിടെ നിന്നും മറ്റെന്തെങ്കിലും തരത്തിലുള്ള പരാതികൾ കൂടെ ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടോ? ഈ കടുത്ത ജോലി സമ്മർദ്ദമാണ് ഏറ്റവും കൂടുതലായി ആന്റണി ഉന്നയിച്ചിട്ടുള്ളത്. ഈ ഓഡിയോ സന്ദേശം നമ്മൾ കേട്ടതാണ്. മറ്റെന്തെങ്കിലും പരാതികൾ ആന്റണിയോ അല്ലെങ്കിൽ മറ്റു BLOമാരോ ഒക്കെ ഉന്നയിക്കുന്നുണ്ടോ? നിലവിൽ മറ്റ് BLOമാർ ഇതേ വിഷയങ്ങൾ ഇതുവരെ നിലവിൽ ഉന്നയിച്ചതായി പരസ്യമായി രംഗത്ത് എത്തിയിട്ടില്ല. ആന്റണി മാത്രമാണ് നിലവിൽ ഇത്തരത്തിലുള്ള ഒരു കാര്യം ഉന്നയിച്ചത്. മറ്റുള്ള അവരിൽ നിന്നും ഒരു പരാതി ഔദ്യോഗികമായിട്ട് പുറത്ത് ഇതുവരെ പരസ്യമായി ആരും രംഗത്ത് വന്നിട്ടില്ല എന്നാണ് ഇപ്പോൾ നൽകാൻ കഴിയുന്ന വിവരം. ശരി, സുരേഷ് KS ആണ് കോട്ടയത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. കോട്ടയത്ത് SIR ജോലി സമ്മർദ്ദത്തെ തുടർന്ന് ആത്മഹത്യ, ജീവനൊടുക്കൽ ഭീഷണി മുഴക്കിയ ബൂത്ത് ലെവൽ ഓഫീസറാണ്. ഇപ്പോൾ NGO അസോസിയേഷന്റെ സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റായ GS ഉമാശങ്കർ കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഉമാശങ്കർ, ഈ BLOമാർക്കുണ്ടാകുന്ന നിലവിലുണ്ടാകുന്ന ഈ ഒരു ജോലി സമ്മർദ്ദം അവരുടെ മാനസിക നില തന്നെ തകർക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയിരിക്കുകയാണ്. കണ്ണൂരിലൊരു സമാനമായ സംഭവം നമ്മൾ കണ്ടതാണ്. ഒരു BLO ജീവനൊടുക്കി. ഇതുപോലെ കോട്ടയത്ത് ഒരു ജീവനൊടുക്കൽ ഭീഷണിയാണ് ആന്റണിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഇതിപ്പോൾ ഈ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ജോലി സമ്മർദ്ദത്തിലേക്കാണോ കാര്യങ്ങൾ SIR കൊണ്ടെത്തിക്കുന്നത്? തീർച്ചയായും ഇന്നാണ് ഈ കോട്ടയം ജില്ലയിലെ പൂഞ്ഞാർ അസംബ്ലി നിയോജക മണ്ഡലത്തിലെ ഒരു BLO അദ്ദേഹം അനുഭവിക്കുന്ന കടുത്ത മാനസിക സംഘർഷത്തെ സൂചിപ്പിച്ചുകൊണ്ട് ആ ജില്ലയിലെ ഔദ്യോഗിക വാട്സാപ്പ് ഗ്രൂപ്പിൽ വന്ന ഒരു സന്ദേശം മാധ്യമങ്ങളിലൂടെ ഞങ്ങളും കേൾക്കുന്നത്. ഇവിടെ കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂർ അസംബ്ലി മണ്ഡലത്തിൽ ഒരു BLO ആത്മഹത്യ ചെയ്യപ്പെട്ട സന്ദർഭത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമ ശ്രദ്ധയുൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായത്. ഞങ്ങൾ അതിനു മുമ്പ് തന്നെ NGO അസോസിയേഷൻ, സർക്കാർ ജീവനക്കാരുടെ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഉത്തരവാദപ്പെട്ട സംഘടന എന്നുള്ള നിലക്ക് നവംബർ മാസം 4-ാം തീയതി മുതൽ ഡിസംബർ മാസം 4-ാം തീയതി വരെ ഉള്ള 30 ദിവസത്തിന്റെ ഉള്ളിൽ SIRമായി ബന്ധപ്പെട്ട് ഏറ്റവും താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന BLOമാരും അവരെ സൂപ്പർവൈസ് ചെയ്യുന്ന വില്ലേജ് ഓഫീസർമാരും സ്പെഷ്യൽ വില്ലേജ് ഓഫീസർമാരും അനുഭവിക്കുന്ന മാനസിക സംഘർഷം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉത്തരവാദപ്പെട്ട ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു.
എന്നാൽ അത് അവഗണിക്കപ്പെടുകയാണ് ഉണ്ടായത്. ഇപ്പോ നേരിടുന്ന പ്രശ്നം കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിലാകമാനം വിവിധ ജില്ലകളിൽ BLOമാർ കടുത്ത മാനസിക സമ്മർദ്ദത്തെ അതിജീവിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ തിരിച്ചു കിട്ടിയ ഫോറം അത് അപ്ഗ്രേഡ് BLO ആപ്പ് അത് ആദ്യമായി അതിന്റെ തിരിച്ചു കിട്ടപ്പെടുന്ന ഫോറം അപ്ലോഡ് ചെയ്യേണ്ടത് BLOമാരാണ്. അത് ആ ആപ്പ് കറങ്ങിക്കൊണ്ടിരിക്കുക. അതിന്റെ ടെക്നിക്കൽ ഇഷ്യൂസ് പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല. പലയിടങ്ങളിലും റേഞ്ച് കിട്ടുന്നില്ല. മൊബൈൽ ഫോണിൽ ഉപയോഗിച്ചാണ് അത് ചെയ്യേണ്ടത്. അതിന്റെ റേഞ്ച് കിട്ടുന്നില്ല. മാത്രമല്ല ഈ ആപ്പ് അപ്ഗ്രേഡ് ചെയ്യാനുള്ള നടപടി ഈ പരാതി ഉയർന്നിട്ട് പോലും സ്വീകരിക്കപ്പെട്ടിട്ടില്ല. ഡിജിറ്റലൈസേഷൻ നടത്തേണ്ടത് BLOമാരും സൂപ്പർവൈസർമാരും ഉൾപ്പെടെയുള്ള ആളുകളാണ്. തിരികെ ലഭ്യമായിരിക്കുന്ന ഫോറം നമ്മുടെ വിവിധ ബൂത്തുകളിൽ മലയും കുന്നും കയറി 23 വർഷങ്ങൾക്ക് മുമ്പ് വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്ന ആളുകളുടെ കൈകളിലേക്ക് നൽകിയ ഫോറം തിരിച്ചു ലഭ്യമാകുമ്പോൾ അത് പൂർണ്ണമായും ആ വ്യക്തികൾ വോട്ടർമാർ ഉൾപ്പെടെയുള്ള ആളുകൾ അത് കറക്റ്റായി പൂരിപ്പിച്ചു തരുന്നില്ല എന്നുള്ള ഒരു പ്രശ്നം BLOമാർ നേരിടുന്നുണ്ട്. ആയത് ശരിയാക്കാൻ തന്നെ ക്യാമ്പുകൾ ഉൾപ്പെടെ വെച്ചുകൊണ്ട് അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ഇതിനകത്ത് ഈ എപ്പിക് ECIയുടെ ആപ്പ് സെർവർ ശരിക്കും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഒരെണ്ണം ഡിജിറ്റലൈസ് ചെയ്യണമെങ്കിൽ 5 മിനിറ്റ് എടുക്കണം. 1200 മുതൽ 1400, 450 വരെയുള്ള ഫോറങ്ങൾ തിരിച്ച് ലഭ്യമാകുമ്പോൾ എങ്ങനെയാണ് ഈ ചുരുങ്ങിയ സമയത്തിന്റെ ഇടയിൽ ഇത് പൂർത്തീകരിക്കാൻ കഴിയുക എന്നറിയില്ല. മാത്രവുമല്ല തിരിച്ചു കിട്ടുന്ന ഫോറം ഡിജിറ്റലൈസേഷൻ ചെയ്യാൻ മൾട്ടിപ്പിൾ BLO ലോഗിൻ അനുവദിക്കുമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ അത് അനുവദിച്ചിട്ടില്ല. നിലവിൽ അനുവദിച്ചിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അത് അനുവദിക്കാതിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് സമഗ്രവും സമ്പൂർണവുമായ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് വീഴ്ചകൾ ഉണ്ടാകുന്നതിന്റെ ഉത്തരവാദികളായി BLOമാരെ പിന്നീട് അതിന്റെ ഉത്തരവാദിത്തം അവരിൽ മാത്രം വെച്ച് കെട്ടുന്നതിന് വേണ്ടിയാണ്. അപ്പൊ അത്തരം കടുത്ത സമ്മർദ്ദങ്ങൾ ഞങ്ങൾ നേരത്തെ തന്നെ ഈ വിഷയം ഉയർന്നു വന്ന ഘട്ടങ്ങളിൽ തന്നെ പറഞ്ഞത്, ഇതിന്റെ ജില്ലകളിലേക്ക് വരുമ്പോൾ ജില്ലാ കളക്ടർമാർ, അതിന്റെ തൊട്ടു താഴെയുള്ള ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർമാർ, EROമാർ അവർ താഴോട്ട് എങ്ങനെ ഗൂഗിൾ മീറ്റിലൂടെയും വീഡിയോ കോൺഫറൻസിലൂടെയും അല്ലെങ്കിൽ ഈ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ ടാർഗറ്റ് നിശ്ചയിക്കുന്നത് പോലെയുള്ള എണ്ണം നിശ്ചയിച്ചു കൊടുത്തുകൊണ്ട് ഉള്ള മീറ്റിങ്ങുകളിലൊക്കെ അല്പം പുറകിൽ ഇത്തരം കാര്യങ്ങളിൽ ടെക്നിക്കൽ കാര്യങ്ങൾ ഉൾപ്പെടെ പുറകിൽ നിൽക്കുന്ന ആളുകളുടെ മേൽ കടുത്ത സമ്മർദ്ദം കൊടുക്കുന്ന രീതിയിൽ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ടേക്ക് പോകുന്നത്. ഇവിടെ 26-ാം തീയതി സുപ്രീം കോടതി ഇതുമായി ബന്ധപ്പെട്ട SIR വിഷയവുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കാനിരിക്കുകയാണ്. അപ്പൊ ഡിസംബർ 4-ാം തീയതി വരെ, നവംബർ 4 മുതൽ ഡിസംബർ 4 വരെയുള്ള ഒരു പ്രോസസ്സ്, 30 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സിൽ ഫോം കളക്ഷൻ 23-ന് തീർക്കാനും അതിന്റെ മറ്റ് നടപടിക്രമങ്ങൾ 26-ാം തീയതി പൂർത്തീകരിക്കാനുമുള്ള കടുത്ത സമ്മർദ്ദങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സമ്മർദ്ദം അതാണ്. ഡിസംബർ 4 വരെ ഉണ്ട് എന്ന് പറയുന്ന ഫോം തിരിച്ചു വാങ്ങാനുള്ള സമയപരിധി മുൻപ് നിശ്ചയിച്ചിരുന്നത് ഈ ആത്മഹത്യ ഉണ്ടായ സന്ദർഭത്തിൽ ഉൾപ്പെടെ ഉയർന്നു വന്നിരുന്ന BLOമാരുടെ പരാതികൾ, ആവലാതികൾ, പ്രതിഷേധങ്ങൾ, അതിനെ ഗൗരവമായി ഉത്തരവാദപ്പെട്ട ആളുകൾ ഇപ്പോഴും കാണുന്നില്ല എന്നുള്ളതിന്റെ അടയാളപ്പെടുത്തലായി ഞങ്ങൾ കാണുന്നു. ഞങ്ങൾ ഈ ഘട്ടത്തിൽ ഒരു കാര്യം കൂടി അതിനകത്ത് സൂചിപ്പിക്കാനുള്ളത്, SIRമായി ബന്ധപ്പെട്ട് നവംബർ 24 ഇന്ന് മുതൽ 30-ാം തീയതി വരെ ജനാധിപത്യ സംരക്ഷണ ക്യാമ്പയിൻ നടത്താൻ NGO അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം തിരുവനന്തപുരത്ത് സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനവും ഓപ്പൺ ഫോറവും SIRന്റെ ഹെൽപ്പ് ഡെസ്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ NGO അസോസിയേഷൻ നേതൃത്വത്തിൽ നടത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ ഉയർന്നു വന്നിരിക്കുന്ന ഏറ്റവും താഴെത്തട്ടിൽ ഇതിന്റെ എല്ലാ തരത്തിലുള്ള സമ്മർദ്ദങ്ങളും പേറുന്ന ആളുകൾ ബൂത്ത് തലങ്ങളിൽ, ഫീൽഡുകളിൽ, താഴെത്തട്ടുകളിൽ അതിന്റെ ചുമതല നിർവഹിച്ചുകൊണ്ട് ഇലക്ഷൻ കമ്മീഷന്റെ
പ്രത്യേക ഉത്തരവിന്റെ ഭാഗമായി പ്രത്യേകമായി ജോലിക്ക് നിയോഗിക്കപ്പെട്ട ആളുകൾ എന്ന നിലയ്ക്ക് BLOമാർ അവര് അതുമായി ബന്ധപ്പെട്ട് മാത്രം ജോലി ചെയ്യുന്ന ആളുകളല്ല. സർക്കാർ സർവീസിൽ വ്യത്യസ്ത വകുപ്പുകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കെ തന്നെ അഡീഷണലായി ഇത്തരം കാര്യങ്ങളിലേക്ക് ചുമതലപ്പെട്ടിരിക്കുന്ന സ്വമേധയാ സ്വയം സന്നദ്ധരായി വന്ന ആളുകളല്ലാത്ത ജീവനക്കാരുടെ മേൽ ഈ രീതിയിൽ ഒരു പ്രദേശത്തിന്റെ ഗ്രാമീണ തലത്തിൽ പട്ടണങ്ങൾ ഒക്കെയുള്ള ഒരു മേഖലയിൽ 23 വർഷങ്ങൾക്ക് മുമ്പുള്ള വോട്ടർ പട്ടികയിൽ ഉള്ള ആളുകൾ ഇന്ന് അവിടെ ഒരുപക്ഷെ അവരെ പല ആളുകളിൽ ലഭ്യമായി കാണാൻ പോലും കഴിയുന്നില്ല. ചില ആളുകൾ ഇതിനകത്ത് ഇടക്കാലഘട്ടങ്ങളിൽ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്, കൂട്ടിച്ചേർത്തലുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ സമഗ്രവും സമ്പൂർണവുമായ വോട്ടർ പട്ടിക പരിഷ്കരണം അങ്ങനെ ഒരു ധൃതി പിടിച്ച് ചെയ്യേണ്ട ഒന്നല്ല. അതുമായി ബന്ധപ്പെട്ട് ഭാവിയിൽ ഉണ്ടാകാൻ ഇടയുള്ള വീഴ്ചകളിൽ വോട്ടർ പട്ടികയിലെ കൂട്ടിച്ചേർക്കൽ, വോട്ടർ പട്ടികയിൽ നിന്നും ഏതെങ്കിലും ഒരു വോട്ടർ ഒഴിവാക്കപ്പെടുന്നതിൽ ഉൾപ്പെടെ ഉണ്ടാകുന്ന വിഷയങ്ങളിൽ BLOമാരെ ഉത്തരവാദികളാക്കുന്ന തരത്തിലേക്കുള്ള കടുത്ത സമ്മർദ്ദങ്ങളാണ് ഇത്തരം വാർത്തകൾ. പുതിയ പുതിയ വിഷയങ്ങൾ ഓരോ ജില്ലകളിൽ നിന്നും ഉയർന്നു വരികയാണ്. കഴിഞ്ഞ കണ്ണൂർ ജില്ലയിലെ ജീവനക്കാരന്റെ ആത്മഹത്യക്ക് ശേഷം അതുമായി ബന്ധപ്പെട്ട സമ്മർദ്ദങ്ങൾക്ക് ഒരു പരിധിവരെ അതിനകത്ത് സമ്മർദ്ദങ്ങൾ ആ താഴെത്തട്ടിൽ അത്ര ഉണ്ടായിരുന്നില്ല. പക്ഷേ ലഭ്യമാക്കപ്പെട്ട ഫോറങ്ങൾ തിരിച്ചു കിട്ടി അത് അപ്ലോഡ് ചെയ്യാനുള്ള പുതിയ രീതിയിലേക്ക് വന്ന സമയത്ത് വീണ്ടും അത്തരം സമ്മർദ്ദങ്ങൾ ഉയർന്നു വരുന്നു എന്നുള്ളത് അതിന്റെ പ്രായോഗികമായ തലത്തിൽ ആ വിഷയങ്ങളെ കാണാൻ കഴിയാത്ത ആളുകളാണ്, ഉദ്യോഗസ്ഥരാണ് അത്തരം സമ്മർദ്ദങ്ങൾ താഴെത്തട്ടുകളിലെ BLOമാരും അവരെ സൂപ്പർവൈസ് ചെയ്യുന്ന വില്ലേജ് ഓഫീസർ ഉൾപ്പെടെയുള്ള ജീവനക്കാരുടെ മുകളിലേക്ക് വെക്കുന്നത് എന്നാണ് NGO അസോസിയേഷൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ശരി, വളരെയധികം നന്ദി. അസോസിയേഷന്റെ സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് GS ഉമാശങ്കറാണ് പ്രതികരിച്ചത്. ഇപ്പോൾ NGO യൂണിയൻ ജനറൽ സെക്രട്ടറിയായ MV ശശിധരൻ കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ശശിധരൻ, ഇപ്പോൾ BLOമാർക്കുണ്ടാകുന്ന ഈ കടുത്ത മാനസിക സംഘർഷം അതാണ് വലിയ രീതിയിൽ ചർച്ചയാകുന്നത്. കണ്ണൂരിലൊരു BLO ജീവനൊടുക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ ഒരു ആന്റണി എന്ന് പറയുന്ന കോട്ടയത്തെ ഒരു BLO ജീവനൊടുക്കൽ ഭീഷണിയും ഇപ്പോൾ ഉന്നയിച്ചിട്ടുണ്ട്. ഈ വിഷയം ഇപ്പോൾ ഒരു സമവായത്തിലേക്ക് എത്തിയിട്ടുണ്ട് എങ്കിൽ പോലും ഈ ഒരു സമയങ്ങളിൽ, ഈ ഒരു ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുന്ന ഒരു സമയങ്ങളിൽ ഉണ്ടാകുന്ന ഈ ഒരു കടുത്ത ജോലി സമ്മർദ്ദം ഇതാണിപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ഈ BLOമാർക്ക് ഇതിന് വേണ്ട നടപടികൾ സ്വീകരിക്കേണ്ട സമയമായില്ലേ? വലിയ രീതിയിൽ സാധ്യമല്ല ജോലിയാണ് അവരുടെ മേലെ അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ടാർഗറ്റ് കൊടുത്തിട്ടാണ് ഡിസംബർ 4-നകം കൊടുക്കുന്ന അത് തന്നെ സാധ്യമാകാത്ത സ്ഥിതിക്ക് ഇപ്പോൾ ചെയ്യുന്നത്, ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് 26-ാം തീയതി പൂർത്തീകരിക്കണമെന്ന നിർദ്ദേശമാണ് പോകുന്നത്. എവിടെ സാധിക്കാനാണ്? മാത്രവുമല്ല, അവർ ഇപ്പോൾ BLOമാർ ഇലക്ഷൻ കമ്മീഷന്റെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെയും കടുത്ത സമ്മർദ്ദം അനുഭവിക്കുകയാണ്. ജനങ്ങൾക്ക് വലിയ ആശങ്കയുണ്ട്. അവർക്ക് ആ ഫോറം പൂരിപ്പിക്കുന്നതിൽ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ സമ്മർദ്ദം വേറെയുണ്ട്. ഒടുവിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സമ്മർദ്ദവും വരികയാണ്. വലിയ രീതിയിൽ BLOമാർ സമ്മർദ്ദത്തിൽ അടിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ കണ്ണൂർ ഏറ്റുകുടുക്കയിൽ ഒരു BLO ആത്മഹത്യ ചെയ്തു. ഇപ്പോൾ ഇന്നലെ ആന്റണി എന്ന BLO അയാളുടെ സാധിക്കാതെ ഒന്നാണ് തന്നെ ഒരു BLO അസംബ്ലിയിലുള്ള പഞ്ചായത്തിലെ ഒരു BLO അദ്ദേഹത്തിന് വീട്ടിലേക്ക് പോകാൻ പറ്റില്ല. കുറഞ്ഞു വീണ് ആശുപത്രിയിലാണ് ചെയ്തത്. ഇങ്ങനെ വലിയ ശരി, ഈ ലൈനിൽ ചെറിയൊരു സാങ്കേതിക തടസ്സം ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊന്നും വ്യക്തമല്ല. കോട്ടയത്താണ് SIR ജോലി സമ്മർദ്ദത്തെ തുടർന്ന് ബൂത്ത് ലെവൽ ഓഫീസർ ആന്റണി ജീവനൊടുക്കുമെന്ന ഭീഷണി ഉന്നയിച്ചത്. പൂഞ്ഞാർ മണ്ഡലത്തിലെ 110-ാം ബൂത്തിലെ BLOയാണ് ആന്റണി. ഈ തൻ്റെ ദയനീയ അവസ്ഥ പറഞ്ഞുകൊണ്ട് ഉദ്യോഗസ്ഥരുടെ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് അയച്ച ഓഡിയോ സന്ദേശമാണ് ഇപ്പോൾ വലിയ രീതിയിൽ തന്നെ വ്യാപകമായി ചർച്ചയാകുന്നത്. ഈ തനിക്ക് സമ്മർദ്ദം താങ്ങാൻ കഴിയുന്നില്ലെന്നും മാനസിക നില തകർന്നെന്നും
തനിക്ക് ജീവനെടുക്കാൻ തോന്നുന്നുവെന്നുമാണ് ഈ BLO ആന്റണി ഈ ഓഡിയോ സന്ദേശത്തിൽ പറയുന്നത്. ഈ കണ്ണൂരിൽ ഇതിനു മുൻപുണ്ടായിരുന്ന സംഭവം BLO അനീഷ് ജീവനൊടുക്കിയതൊക്കെ വലിയ വാർത്തയായ കാര്യങ്ങളാണ്. അവിടെയും ഈ ജോലി സമ്മർദ്ദം തന്നെയായിരുന്നു പ്രധാന കാരണമായി കുടുംബമടക്കം ആരോപിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്തെത്തിയത്. സംഭവത്തിൽ കളക്ടറോടക്കം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റിപ്പോർട്ട് തേടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന ഒരു സമയത്ത് ഇത്രയും ജോലി സമ്മർദ്ദം അത് ഇവരെക്കൊണ്ട് താങ്ങാൻ സാധിക്കുന്ന ഒന്നല്ല എന്നാണ് ഈ BLOമാരൊക്കെയും പറയുന്നത്. ഇതിനുവേണ്ടി നടപടികൾ സ്വീകരിക്കുന്നതിനായി അധികൃതരുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എങ്കിൽ പോലും ഒരു നീക്കുപോക്കുണ്ടാകുന്ന സമീപനം അത് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നാണ് ഉയരുന്ന ആക്ഷേപം. ഈ BLOമാരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഈ ഇത്രയും സമയത്തിനുള്ളിൽ ഇത്ര ടാർഗറ്റ് എന്നുള്ളൊരു രീതിയിൽ വലിയ ജോലി സമ്മർദ്ദം തന്നെ ലഭിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ ഈ പറയുന്ന സമയത്തിനുള്ളിൽ തങ്ങൾക്ക് ജോലി ചെയ്തു തീർക്കാനാകുന്നില്ല എന്നുള്ളൊരു പരാതിയാണ് ഇവരൊക്കെ ഉന്നയിക്കുന്നത്. അതുപോലെ തന്നെ അത് വലിയ രീതിയിൽ സമ്മർദ്ദങ്ങൾക്കും കാരണമാകുന്നുണ്ട്. ഇവർക്ക് ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഈ ഡാറ്റകളൊക്കെയും കൃത്യമായി രേഖപ്പെടുത്തണം എന്നുള്ളത് ഒരു പ്രയത്നം തന്നെയായി ഇവരുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ കോട്ടയത്തെ SIR ജോലി സമ്മർദ്ദത്തെ തുടർന്നാണ് ജീവനൊടുക്കൽ ഭീഷണി ഉന്നയിച്ചിട്ടുള്ളത്. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. ഭൂട്ടാനിൽ നിന്നുള്ള ആഡംബര കാറുകൾ നികുതി വെട്ടിച്ചെന്ന കണ്ടെത്തലിൽ താരങ്ങളുടെ വീടുകളിൽ പരിശോധന നടത്തിയത് കഴിഞ്ഞ ദിവസമാണ്. മലയാള സിനിമാ താരങ്ങൾ ഉൾപ്പെടെ നിരവധി പേർ ഭൂട്ടാനിൽ നിന്ന് നികുതി വെട്ടിച്ച് വാഹനങ്ങൾ സ്വന്തമാക്കിയെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കസ്റ്റംസ് പരിശോധന. ദുൽഖർ സൽമാൻ, പൃഥ്വിരാജ് സുകുമാരൻ, അമിത് ചക്കാലക്കൽ എന്നീ താരങ്ങളുടെ വീടുകളിലും പരിശോധന നടന്നു. കോഴിക്കോട്, മലപ്പുറം, തിരുവനന്തപുരം ജില്ലകളിലും ഓപ്പറേഷൻ നുംഖോറിന്റെ ഭാഗമായി പരിശോധനകൾ നടക്കുന്നുണ്ട്. വിവാദമായ ഭൂട്ടാൻ വാഹനക്കടത്ത് എങ്ങനെയെന്ന് പരിശോധിക്കാം. ഭൂട്ടാൻ സൈന്യം ഉപേക്ഷിച്ചതും വിന്റേജ് കാറ്റഗറിയിൽ ഉൾപ്പെട്ടതുമായ വാഹനങ്ങൾ നിയമവിരുദ്ധമായി ഇന്ത്യയിൽ എത്തിക്കുന്നുണ്ട്. ഭൂട്ടാൻ ആർമി ഉപേക്ഷിച്ച വാഹനങ്ങളാണ് ഇന്ത്യയിലേക്ക് എത്തിക്കുന്നതിൽ കൂടുതൽ. സൈന്യം ലേലം ചെയ്ത SUVകളും മറ്റും ഇടനിലക്കാർ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങും. പിന്നീട് ഇവ ഹിമാചൽ പ്രദേശിൽ രജിസ്റ്റർ ചെയ്ത് ഉയർന്ന വിലയ്ക്ക് മറ്റ് സംസ്ഥാനങ്ങളിലേക്കും വിൽക്കും. ഇത്തരത്തിൽ നികുതി വെട്ടിച്ചാണ് വാഹനങ്ങൾ കടത്തുന്നത്. ഇങ്ങനെ വിറ്റ 200 വാഹനങ്ങൾ കേരളത്തിൽ മാത്രം വിറ്റിട്ടുണ്ടെന്നാണ് കണ്ടെത്തൽ. അങ്ങനെ മറ്റ് സംസ്ഥാനങ്ങൾ രജിസ്ട്രേഷൻ നടത്തി തട്ടിപ്പ് നടത്തിയ വാർത്ത വീണ്ടും ചർച്ചയാവുകയാണ്. നികുതി വെട്ടിക്കാൻ വ്യാജരേഖ ചമച്ച് കേരളത്തിലെ 2357 വാഹനങ്ങൾ പുതുച്ചേരി രജിസ്റ്റർ ചെയ്തെന്നായിരുന്നു 2019 കണ്ടെത്തൽ. സുരേഷ് ഗോപി, ഫഹദ് ഫാസിൽ, നടി അമല പോൾ ഉൾപ്പെടെയുള്ളവർ പ്രതിസ്ഥാനത്തുണ്ടായിരുന്നു. 2000-ലേറെ വാഹനങ്ങളാണ് പുതുച്ചേരിയിൽ വ്യാജ മേൽവിലാസം ഉണ്ടാക്കി സ്വന്തമാക്കിയത്. 2 കാറുകൾ രജിസ്ട്രേഷനിൽ സുരേഷ് ഗോപിക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. വ്യാജ മേൽവിലാസ രജിസ്ട്രേഷനിലൂടെ 16 ലക്ഷത്തോളം രൂപയുടെ നികുതിയാണ് വെട്ടിച്ചത്. രജിസ്ട്രേഷനു വേണ്ടി വ്യാജ സത്യവാങ്മൂലവും വ്യാജ സീലും ഉപയോഗിച്ചെന്നും കണ്ടെത്തിയിരുന്നു. നികുതി വെട്ടിച്ച് വാഹനങ്ങൾ കടത്തിയ വാർത്ത വീണ്ടും ചർച്ചയാവുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സര ചിത്രം ഇന്ന് തെളിയും. പത്രിക പിൻവലിക്കാനുള്ള അവസാന സമയം വൈകിട്ട് 3 മണിയാണ്. വിമതശല്യം ഒഴിവാക്കാൻ അവസാനവട്ട ഓട്ടത്തിലാണ് മുന്നണികൾ. അതേസമയം തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലനം നാളെ മുതൽ തുടങ്ങും. തപാൽ ബാലറ്റ് വിതരണം മറ്റന്നാൾ ആരംഭിക്കുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. പാലക്കാട് നഗരസഭയിലെ 50-ാം വാർഡിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി രമേശ് കെയുടെ സ്ഥാനാർത്ഥിത്വം പിൻവലിപ്പിക്കാൻ BJP ശ്രമമെന്ന പരാതി. മത്സരത്തിൽ നിന്ന് പിന്മാറിയാൽ പണം നൽകാമെന്ന് നേതാക്കൾ വീട്ടിലെത്തി വാഗ്ദാനം ചെയ്തെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. നിലവിലെ സ്ഥാനാർത്ഥിയും കൗൺസിലറും ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ച് സ്ഥാനാർത്ഥിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്ന് VK ശ്രീകണ്ഠൻ MP ആരോപിച്ചു. ആരോപണം നിഷേധിച്ച് പാലക്കാട് BJP അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ രംഗത്തെത്തി. കോൺഗ്രസിന്റെ പരാജയ ഭീതി മുന്നിൽ കണ്ടുകൊണ്ട് അവരുടെ ഒരു വെപ്രാളമാണ് ഇന്ന് പാലക്കാട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കാലത്ത് DCC കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ ഒരു പോസ്റ്റർ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ആ പോസ്റ്ററിനകത്ത് കോൺഗ്രസ് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയുടെ അവരുടെ അധ്യക്ഷൻ DCCയുടെ അധ്യക്ഷനെതിരെയുള്ള ആരോപണങ്ങളാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം പണം വാങ്ങി എരുമയൂർ പഞ്ചായത്തിലെ സീറ്റ് വിറ്റു എന്ന തരത്തിലാണ് പോസ്റ്ററിനകത്തെ ഉള്ളടക്കം. ഇത്തരത്തിൽ കോൺഗ്രസിനകത്തുള്ള ആഭ്യന്തര പ്രശ്നങ്ങളെല്ലാം മറച്ചു വെക്കുന്നതിന് വേണ്ടി ബോധപൂർവം കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യാജ പ്രചരണങ്ങളാണ് ഇതെല്ലാം. 2, കോൺഗ്രസ് പാർട്ടിക്ക് പാലക്കാട് നഗരസഭ ഒരു വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ്. കോൺഗ്രസിന്റെ UDFന്റെ തന്നെ നിരവധി നേതാക്കന്മാരാണ് UDFന്റെ സ്ഥാനാർത്ഥികൾക്ക് എതിരെ തന്നെ മത്സര രംഗത്തുള്ളൂ. നിലവിലെ പാലക്കാട് നഗരസഭ കൗൺസിലറുടെ ഭാര്യ ഉൾപ്പെടെയുള്ള ആളുകൾ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്കെതിരെ മത്സര രംഗത്തുണ്ട്.
കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റി അംഗം ഉൾപ്പെടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്കെതിരെ മത്സരരംഗത്തുണ്ട്. യാക്കര സെൻട്രൽ 32 നമ്പർ വാർഡില് UDFന്റെ തന്നെ 3 നേതാക്കന്മാരാണ് മത്സരരംഗത്തുള്ളത്. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടും അനുഭവിച്ചുകൊണ്ട് കോൺഗ്രസ് പാർട്ടി പോകുന്ന സമയത്ത് അതിനെ മറയ്ക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങളെല്ലാം വരുന്നത്. ഈ 50-ാം വാർഡിൽ സ്ഥാനാർത്ഥിയെ പിൻവലിപ്പിക്കേണ്ട ആവശ്യം ഭാരതീയ ജനതാ പാർട്ടിക്കില്ല. അവിടെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് കോൺഗ്രസും CPM-ഉം 2 പാർട്ടിയും കൂടെ ചേർന്ന് അവർക്ക് ലഭിച്ചത് ഒരാൾക്ക് 53-54 എന്താണ്, ഒരാൾക്ക് 74 എന്താണ്, 120 വോട്ടാണ് 2 പാർട്ടിക്കും കൂടെ ചേർന്ന് ലഭിച്ചിരിക്കുന്നത്. BJPക്ക് അവിടെ ലഭിച്ചിരിക്കുന്ന വോട്ട് എന്ന് പറയുന്ന 1100-ലധികമാണ്. അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ അവിടെ ആളുകളെ സ്വാധീനിച്ച് അവിടെ കോൺഗ്രസിന്റെയോ CPM-ന്റെ ആളുകളെ പിൻവലിപ്പിക്കേണ്ട സാഹചര്യം ഞങ്ങൾക്ക് വരുന്നില്ല. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജഷീർ പള്ളിവയൽ വിമതനായി മത്സരിക്കുന്നതിൽ ഇന്ന് രമ്യമായ ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് പ്രതീക്ഷയെന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷ്. ജഷീർ ഉയർത്തിയ പ്രശ്നം പാർട്ടി ഗൗരവത്തോടെയാണ് കാണുന്നത്. പാർട്ടി പ്രതിസന്ധിയിലാക്കുന്ന നിലപാട് ജഷീർ കൈക്കൊള്ളില്ല. സംസ്ഥാനത്ത് നിരവധി യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് മത്സരിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ടെന്നും അത് പൂർണ്ണമല്ലെന്നും ജനീഷ് പറഞ്ഞു. എല്ലാ പരിഗണനയും ലഭിച്ചുവെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ചിലയിടങ്ങളിൽ ചില ആളുകൾക്ക് വേണ്ടത്ര രീതിയിലുള്ള പരിഗണന ലഭിക്കാതെ പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് പല വിധങ്ങളായ സാഹചര്യങ്ങളാണ്. പാർട്ടിക്കകത്ത് ഒരുപാട് നേതാക്കന്മാർ പരിഗണിക്കപ്പെടേണ്ടതായ ഒരുപാട് ആളുകളുണ്ട്. അതിനിടയിലൊക്കെ സംഭവിച്ചു പോയ കാര്യങ്ങളാണ്. ജഷീറിൻ്റെ കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചാണ്. ഇന്നാണ് നോമിനേഷൻ വിഡ്രോവലിൻ്റെ ഡേറ്റ് ആണെന്ന്. അപ്പോൾ അതിലൊരു രമ്യമായ പരിഹാരം ഉണ്ടാകും. അയാളും പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവാണ്, യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹിയാണ്. അതിലൊക്കെ ഒരു രമ്യമായ പരിഹാരം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയല്ല, പാർട്ടിയുടെ ഒപ്പമാണല്ലോ യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ സംബന്ധിച്ച് പാർട്ടിക്കൊപ്പമാണല്ലോ നിൽക്കാൻ സാധിക്കുക. എല്ലാ യൂത്ത് കോൺഗ്രസ്സുകാരും യൂത്ത് കോൺഗ്രസിനൊപ്പവും പാർട്ടിക്കൊപ്പം തന്നെയാണ് നിൽക്കുക. അവരെല്ലാം ഉന്നയിച്ച കാര്യങ്ങളൊക്കെ കേൾക്കുക, അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുക, അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു രമ്യമായ പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ മുമ്പിലുള്ള ഏക കാരണം. ഞാൻ ഇന്നലെയും പറഞ്ഞല്ലോ, ജഷീർ യൂത്ത് കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവാണ്, പ്രവർത്തകനാണ്. ഒരുപാട് സമരങ്ങൾ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രകടന പത്രിക പുറത്തിറക്കി UDF. വിവിധ ക്ഷേമ പദ്ധതികൾ ഉൾപ്പെടുത്തിയുള്ള പ്രകടന പത്രികയാണ് പുറത്തിറക്കിയത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരവും ഫണ്ടും നൽകുന്ന പദ്ധതികൾ പ്രകടന പത്രികയിലുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് പ്രകടന പത്രിക അവതരിപ്പിച്ചത്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, രമേശ് ചെന്നിത്തല, PK കുഞ്ഞാലിക്കുട്ടി, ഷിബു ബേബി ജോൺ, CP ജോൺ, മാണി C കാപ്പൻ, അനൂപ് ജേക്കബ് തുടങ്ങിയവർ പങ്കെടുത്തു. 2025 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ പ്രകടന പത്രിക അവതരിപ്പിക്കുന്നത്. അധികാര വികേന്ദ്രീകരണം നടപ്പിലാക്കിയതിനു ശേഷം നമ്മുടെ സംസ്ഥാനത്ത് അതുണ്ടാക്കിയ നേട്ടങ്ങളെയും കോട്ടങ്ങളെയും തെറ്റുകളെയും ശരികളെയും എല്ലാം കൃത്യമായി വിലയിരുത്തിയതിനു ശേഷം നടത്തുന്ന ഒരു പ്രകടന പത്രികയാണ്. ഇതിൽ നടപ്പാക്കാൻ പറ്റാത്ത യാതൊന്നും കൊള്ളിച്ചിട്ടില്ല. സാധാരണ ഒരു മാനിഫെസ്റ്റോ എന്നുള്ള ഒരു ക്ലീശയല്ല ഇവിടെ ആവർത്തിക്കുന്നത്. പൂർണ്ണമായി ബോധ്യമുള്ള, നടപ്പാക്കാൻ പറ്റുമെന്ന് ഉത്തമ വിശ്വാസമുള്ള പദ്ധതികളാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കൃത്യമായ ആസൂത്രണം, പദ്ധതികൾ അംഗീകരിക്കുന്നതിലെ നടപടിക്രമങ്ങളുടെ ലഘൂകരണം, 3 പദ്ധതി നിർവഹണത്തിലെ സമയക്ലിപ്തത. ഇതെല്ലാം ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള പദ്ധതികളായിരിക്കും ലോക്കൽ ബോഡികളിൽ ആവിഷ്കരിക്കപ്പെടാൻ പോകുന്നത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നമസ്കാരം.